എറണാകുളത്ത് മാല മോഷ്ടാക്കളെ പോലീസ് സാഹസികമായി പിടികൂടി. ഉത്തർപ്രദേശ് സ്വദേശികളെയാണ് ആലുവ തോട്ടക്കാട്ടുകരയിൽ നിന്ന് പിടികൂടിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശ്യാം, എപ്പോഴാണ് ഈ മാല മോഷണം നടന്നത്? എങ്ങനെയാണ് പ്രതികളിലേക്ക് പോലീസ് എത്തിയത്? ഇവരെ സാഹസികമായി പിടികൂടിയത് എങ്ങനെയാണ്? മഴ സമയത്ത് മാല പൊട്ടിക്കാൻ ഇറങ്ങിയ മോഷ്ടാക്കളെയാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. ഉത്തർപ്രദേശ് സ്വദേശി ആരിഫ്, ഡൽഹി സ്വദേശി ഫൈസൽ എന്നിവരെയാണ് തോട്ടക്കാട്ടുകരയിൽ വെച്ച് പോലീസ് ജീപ്പ് ബൈക്കിന് കുറുകെയിട്ട് പോലീസ് പിടികൂടിയത്. ഇവർ വെള്ളിയാഴ്ച പുലർച്ചെയാണ് ഡൽഹിയിൽ നിന്നും ആലുവയിൽ എത്തിയത്. അവിടെ പാർക്ക് ചെയ്ത ഒരു ബൈക്ക് മോഷ്ടിച്ച് കമ്പനിപ്പടിയിൽ എത്തുകയും ആദ്യം ഒരു യാത്രക്കാരുടെ മാല പൊട്ടിച്ച് ചെങ്ങമ്മനാട് ഭാഗത്തേക്ക് കടക്കുകയുമായിരുന്നു. അവിടെ നിന്ന് പാലപ്രശ്ശേരി, മേക്കാട്ട് എന്നീ സ്ഥലങ്ങളിലെത്തി മാല പൊട്ടിച്ചു. തുടർന്ന് നെടുമ്പാശ്ശേരിയിലെത്തി അവിടെയും ഒരു മാല പൊട്ടിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തു. ഇതോടെയാണ് വിവരമറിഞ്ഞ പോലീസ് സംഘം ജില്ലയിലാകെ തിരച്ചിൽ ആരംഭിച്ചത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളുടെ സാന്നിധ്യം പോലീസ് തിരിച്ചറിയുകയും പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തത്. വളരെ സാഹസികമായി ജീപ്പ് കുറുകെയിട്ട് ഇവരെ പിടികൂടുകയായിരുന്നു. റോഡിലൂടെ ഒരു ചേസ് തന്നെയാണ് പോലീസ് നടത്തിയത്. അപകടകരമായി ബൈക്ക് ഓടിച്ച് ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തു. ഈ മാല പൊട്ടിക്കുന്നതിന്റെ തൊട്ടു മുമ്പുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ഏതായാലും ഈ രണ്ട് പ്രതികളെയും പിടികൂടിയിട്ടുണ്ട്. 4 മാലകളും മോഷ്ടിച്ച ബൈക്കും പ്രതികളിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അതിസാഹസികമായിട്ടാണ് പോലീസിന്റെ ഈ പ്രതികളിലേക്ക് എത്തുകയും അവരെ പിടികൂടുകയും ചെയ്യുന്ന നടപടികൾ പൂർത്തീകരിച്ചത്. എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.